നമസ്കാരം. കേരളമൊട്ടാകെ പാചകവാതക പ്രതിസന്ധിയിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഗ്യാസിൻ്റെ പോക്ക് ഇതെങ്ങോട്ട്. നിരവധി താരങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് നാഗസൈരന്ധ്രയിലേക്ക് ചേരാം. നാഗചേച്ചിക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഞാൻ എന്തോ പറയാനാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം. അത് ചക്കക്കുരു അതൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് ഈ പ്രശ്നം വരുന്നത്. ക്ഷമിക്കണം, ആ ഗ്യാസിനെ കുറിച്ചല്ല നമ്മൾ ചോദിച്ചത്. നമുക്ക് ഇനി മല്ലിക മാമിലേക്ക് പോകാം. മല്ലിക ചേച്ചിക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? എൻ്റെ പൊന്നു ഞാനെന്തോ എൻ്റെ മോൻ രാജു ആണെങ്കിൽ എന്നോട് പറഞ്ഞത്, അമ്മയെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ലഡാക്കിന്ന് വരുമ്പോഴത്തേക്കും ഒരു പൊടിയെടുപ്പ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിരിക്കുക എൻ്റെ പൊന്നു മോൻ. എൻ്റെ ഈ 2 കുഞ്ഞുങ്ങളുള്ളപ്പോൾ ഞാനെന്തിനാ വിഷമിക്കുന്നത്? അടുത്തത് നമുക്ക് കൊടശനാട് കനക ചേച്ചിയിലേക്ക് പോകാം. ചേച്ചി എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? അയ്യോ, ഒന്നും പറയണ്ട. ആ കലാപവും പ്രചോദില്ലേ എന്നെ പറ്റിച്ചു. 1 സിലിണ്ടർ അധികം ഉണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വീടും പൂട്ടി പോയി കളഞ്ഞ്. പിന്നെ നസീർ സംക്രാന്തിയായി എനിക്കൊരു കുറ്റി കൊണ്ടുവന്ന് ഒപ്പിച്ച് തന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ട്രസ് ലെനയിലേക്ക് കടക്കാം. ലെനയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് ഈ ഗ്യാസ്? ശൂന്യതയില്ലേ? ശൂന്യതയാണ് ഗ്യാസ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ശൂന്യത? ഊർജ്ജമുള്ള ബോധമില്ലേ? ബോധം, അതിനൊരു രൂപമില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു ചർച്ച ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ശിവാംഗി നമ്മുടെ ഐറ്റം വേറെ ഫ്ലോറിൽ. ഹലോ മീനാക്ഷി, എന്റെ അമ്മ പറഞ്ഞത് ഇവിടെ ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയുടെ അടുത്ത് ഒരു വീട് വെക്കാന്ന്. അപ്പൊ അമ്മയ്ക്കോ എനിക്കോ എപ്പോഴും ഇവിടെ വരാലോ. പിന്നെ ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് വരുമ്പോ ബീജക്കുട്ടൻ ചേട്ടനെ കണ്ടാൽ നല്ലായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ താണ്ടേ ബീജക്കുട്ടൻ ചേട്ടനെ മുമ്പില്. അടുത്ത നമ്മുടെ നാഗചേച്ചി നേരത്തെ ന്യൂസ് ചർച്ചയിലാണല്ലോ കണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം ചേച്ചി. സുഖാണല്ലേ? എന്നെ കുറെ നാളായിട്ട് ഈ ഐറ്റം വേറെന്ന് വിളിക്കുന്നു. എനിക്ക് വരാൻ പറ്റുന്നില്ല, തത്സമയമുണ്ട്. പിന്നെ സുൽത്താൻ നല്ല സുഖമായിട്ടിരിക്കുന്നു പൊന്നു. പിന്നെ ബിജുക്കുട്ടൻ എൻ്റെ ക്ഷേത്രത്തിൽ വരാറുണ്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. ഞങ്ങള് നൃത്തമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്നോട് നൃത്തം ചെയ്തു പൊന്നു.